ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. (2025) ജൂലൈ മാസം 6 മുതൽ 12 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ നല്ലതാണ്. ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. ഏഴരശ്ശനി കാലമാണ് എങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. എടുത്തിയാട്ടം മുൻകോപം കുറയ്ക്കണം. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം മനസമാധാനവും സന്തോഷവും ലഭിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. പൊതുവെ സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. ബന്ധുജന പ്രീതിയും ധനലാഭവും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ഈ വാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടുകയോ നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടാനും സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവെ ഇപ്പോൾ സമയം വളരെ മോശമാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷവും മനസമാധാനക്കുറവുകളും തൊഴിൽ തടസ്സവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ്. ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷിക്കുക. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ദാമ്പത്യപരമായിട്ട്, ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലൊക്കെ ധനം പറ്റിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും മോശപ്പെട്ട കമ്പനികളിലൊക്കെ പണം നിക്ഷേപിക്കുക, അല്ലെങ്കിൽ വെറുതെ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് പണം നിക്ഷേപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ച് ധനനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. എവിടെയെങ്കിലും ഡിപ്പോസിറ്റൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ പലിശ മാത്രം കിട്ടിയാൽ പോരല്ലോ, തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനും വിഷ്ണുപ്രീതി വരുത്തുക, ശിവപ്രീതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം സംസാരത്തിൽ നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിച്ച് തന്നെ വഴക്കുണ്ടാകാതിരിക്കാനും സൂക്ഷിക്കേണ്ടതാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃസമ്പത്ത് ലഭിക്കും, അല്ലെങ്കിൽ പിതൃഗുണം ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം മുൻകോപം പിടിവാശിയും കുറയ്ക്കുന്നത് നന്നായിരിക്കും.
ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രശ്നങ്ങളോ കുടുംബ വഴക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ദാമ്പത്യപരമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും മുൻകോപമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില വീടുകളിൽ ഭർത്താക്കന്മാർ വളരെ പാവമായിരിക്കും, ചില വീട്ടുകളിൽ ഭാര്യമാർ വളരെ പാവമായിരിക്കും. രണ്ടുപേരും ഒരുപോലെ പാവമാണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു. പക്ഷേ അത് അല്ലാതെ ഒരാൾ ചട്ടമ്പിയും ഒരാൾ ബുദ്ധിമുട്ടില്ലാതെ ക്ഷമയുള്ളവരും ആയിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഏതായാലും മുൻകോപമുള്ള ഒരു ഭാര്യയ്ക്കാണെങ്കിൽ മുൻകോപം കുറഞ്ഞ ഒരു ഭർത്താവിന് കിട്ടുന്നതായിരിക്കും യോഗം. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് പൊരുത്തം നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ജാതക പൊരുത്തം നോക്കുമ്പോൾ രാശ്യാധിപം വശ്യം മകേന്ദ്രൻ ഗണം യോനി ദീർഘം രജ്ജു വേദം ഇത് മാത്രം നക്ഷത്രപ്പൊരുത്തം കൊണ്ട് ഒരു പ്രയോജനമില്ല. വെറുതെ ഇങ്ങനെ നോക്കാമെന്നുള്ളൂ. ഈ 10 പൊരുത്തം ഉണ്ടായിരുന്നാലും പാപസാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് പൊരുത്തം യോജിക്കാൻ പാടുള്ളൂ. പാപസാമ്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചതായിരിക്കും. അവരുടെ ജാതകം നോക്കിയിട്ട് അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതികളുടെ, അവരുടെ ക്ഷമ, മറ്റെല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച് അവരുടെ പാപസാമ്യത നിശ്ചയിച്ച് യോജിച്ച് പോകുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏതായാലും ഈ വാരത്തിൽ ചിങ്ങരാശിക്കാർക്ക് മുൻകോപം വരാതിരിക്കാനും ദാമ്പത്യ കലഹം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ചൊവ്വാഴ്ച ദിവസം കെടാവിളക്കിൽ നല്ലെണ്ണ ഒഴിക്കുക, ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടശനി കാലമാണ്. ചെറിയ രീതിയിലുള്ള ദാമ്പത്യ സുഖക്കുറവും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു തുടങ്ങും, തടസ്സങ്ങളുണ്ടാവും. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകും. ജോലി സ്ഥലത്ത് എത്ര ജോലി ചെയ്താലും മറ്റുള്ളവർക്ക് തൃപ്തി വരാത്ത അവസ്ഥ വരും. സഹപ്രവർത്തകരിൽ നിന്നും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏറെ വിശ്വസിക്കുന്നവരിൽ നിന്ന് തന്നെ ചിലപ്പോൾ പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഒറ്റ വാക്കി മലയാളത്തിൽ പറഞ്ഞ പാരകളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല വിധത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും. കാരണം ബോസിനെക്കുറിച്ചോ വേറെ ആരെങ്കിലും കുറിച്ചോ നമുക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, സഹപ്രവർത്തകർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ 10 ഇരട്ടിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ശീലം ഉണ്ടാവും. അവർക്ക് ചില പ്രൊമോഷൻ കിട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടോ അവർ കൂടുതലായിട്ട് കയ്യിൽ നിന്നിട്ട് പറയാൻ സാധ്യതയുണ്ട്. ഉള്ള ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക. ജോലിഭാരം വർദ്ധിക്കുന്നത്, പിന്നെ അതുപോലെ ഉള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഉള്ള ജോലി പറയും, ഈ ജോലി ഇത്ര ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇതിനേക്കാളും നല്ലൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ ശ്രമിച്ചാൽ ഒരിക്കലും പോകാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. തൊഴിൽപരമായിട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമാണ്. വിഷ്ണുപ്രീതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം വരും. തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ചിലർ വിവാഹം കഴിക്കുന്നതോടുകൂടി നന്നാവും, ചിലർ വിവാഹം കഴിച്ചതോടുകൂടി അതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്യും. ബുദ്ധിമുട്ട് കഷ്ടപ്പാടുണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ധാരാളം പേരുണ്ട് തുലാരാശിക്കാർ. അതുകൊണ്ട് ഏതായിരുന്നാലും തുലാരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നീതിയും ന്യായമൊക്കെ നടപ്പിലാക്കുന്നവരായിരിക്കും. അക്രമവും അനീതിയൊന്നും കാണിക്കാത്തവരായിരിക്കും. കള്ളവും കപടമൊന്നും ഇല്ലാത്തവരായിരിക്കും. ഇന്ന് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉയർച്ച എന്ന് പറഞ്ഞത് ഒരു പരിധി വരെ ഒരു സ്ലോ മോഷനിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിക്കലും തട്ടിക്കലും അതുപോലെ കബളിപ്പിക്കലും പിന്നെ അതുപോലെ പറഞ്ഞു പറ്റിക്കുന്നു. ഉദാഹരണം പറഞ്ഞപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെയൊക്കെ ചില ജ്യോത്സ്യന്മാരെടുത്ത് ചില ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ പറയും ഇന്ന പരിഹാരം ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്ന രോഗത്തിന് ഇന്ന ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ രോഗി തട്ടിപ്പോവും, ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നവർ ധാരാളം പേരുണ്ട്.
അങ്ങനെ പല ആൾക്കാരുമുണ്ട്. ജ്യോത്സ്യന്മാർ തീരെ മോശമൊന്നുമല്ല, അവരും കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് പണം വാങ്ങിക്കുന്നവർ ധാരാളം പേരുണ്ട്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും ഏതായാലും മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം വളരെ ശ്രദ്ധിക്കുക. ഇതിൽ തുലാരാശിക്കാരെ സംബന്ധിച്ചോളം നീതിയും ന്യായവും നടപ്പിലാക്കുന്നവരും ഒരു ന്യായാധിപനെ പോലെ പെരുമാറുന്നവരും മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരും ആരെയും ശല്യം ചെയ്യാത്തവരും ആണ്. എത്ര ബുദ്ധിമുട്ട് വന്നാലും അത് സഹിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. ഏതായാലും അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ച സ്ലോ മോഷനിലായിരിക്കും. എന്തായാലും ഇപ്പോൾ അവർക്ക് തുലാരാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനും വിവാഹം നടക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. മനസ്സമാധാനക്കുറവ് വിഷമങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പഠിച്ചിട്ടും ജയിച്ചിട്ടും ജോലിക്ക് പോകാത്ത കുട്ടികൾ ധാരാളം പേരുണ്ട്. അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും മനസ്സമാധാനക്കുറവുകളും പ്രയാസങ്ങളും ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കുട്ടികൾ ധാരാളം പേരുന്നുണ്ട്. കാരണം അവർക്ക് സുഖമായിട്ട് ജീവിക്കണം. നല്ല മൊബൈൽ വേണം, AC വേണം, നല്ല വാഹനം വേണം, എല്ലാ വിധത്തിലും 3 നേരത്തെ നല്ല ഭക്ഷണം വേണം. ഇങ്ങനെ സുഖലോലുപരായി ജീവിക്കുന്ന, അതായത് ഒരു ജോലിക്കും പോകാതെ ജീവിക്കുന്നവർ ധാരാളം പേരുണ്ട്. കഷ്ടപ്പെടാനൊന്നും അവർക്ക് വയ്യ. അപ്പോൾ അത്രയും മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുള്ളതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചാൽ അവർക്ക് സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷുപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ദാമ്പത്യ സുഖം, മനസ്സന്തോഷം, ഭാഗ്യപുഷ്ടി, ഐശ്വര്യവും സൽകീർത്തിയും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. മാതൃഗുണവും ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അനുഗ്രഹീതമായ സമയമാണ്. പൊതുവെ വളരെ ആഗ്രഹ സാഫല്യം നിറഞ്ഞ ഒരു സമയമാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ആഗ്രഹത്തിനനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയം. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. പഴയ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലവുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഗൃഹത്തിനുള്ള മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്ര അരിഷ്ടതയും പ്രതീക്ഷിക്കാം. പൊതുവെ വാരം നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ഉദര സംബന്ധമായ അസുഖത്തിന് സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ യോഗം കാണുന്നുണ്ട്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏഴരശനി കാലമാണ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് എല്ലാ വിധത്തിലും ഭാഗ്യങ്ങളും മനസ്സമാധാനവും സന്തോഷവും സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ്സുപരമായിട്ടുള്ള ഉയർച്ചകളും പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ചെറിയ രീതിയിൽ ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടും. മാതൃഗുണം പ്രതീക്ഷിക്കാം. വാഹന ലാഭം അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത അനുഭവപ്പെടും. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മീനൻ രാശിക്കാർക്കും ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വലുതായിട്ടൊന്നും ഉണ്ടാകില്ല. പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം.
കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ 9447471711. മൊബൈലിൽ കിട്ടാത്തവർ വാട്സപ്പ് അയയ്ക്കുക. ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക.